ഇതിപ്പോൾ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ളവർക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, നമ്മൾ കരിഞ്ജീരകത്തിൻ്റെ ക്രീം ഉണ്ടാക്കിയ സമയത്താണ് പറഞ്ഞത്. തേനുണ്ടല്ലോ, ഒറിജിനൽ തേനാണേ. തേനിൽ മഞ്ഞൾ നമ്മൾ ഉണക്കിയിട്ട് പൊടി വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, പക്ഷെ പൊടി ഇടുമ്പോൾ ഭയങ്കര വീര്യം കൂടും. ഞാൻ മഞ്ഞൾ തന്നെ കുറച്ചെടുത്തിട്ട് ഒരു 10-20 ഗ്രാമൊക്കെ എടുത്തിട്ട് നേരെ തേനിലേക്ക് ഇട്ട് വയ്ക്കുക. വെള്ളം ആവരുത്. വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനും ചീത്തയായി പോവും, മഞ്ഞളിൽ പൂപ്പലും വരും. അപ്പോൾ നമ്മുടെ ഇത് മൊത്തം പോവും. നമ്മൾ തേനിലേക്ക് ഇട്ട് വയ്ക്കണ പോലെ തന്നെയാണ് ഇത് ചെയ്യണേ. എന്നിട്ട് ഒരു ലേശം എടുക്കുക. ഇതിന്ന് വളരെ കുറച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. തേനൊക്കെ കണ്ടമാനം വാരി കഴിക്കരുത്. കഴിക്കാം. ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ മഞ്ഞൾ ഇതിൽ കിടക്കണം. അപ്പോൾ മഞ്ഞളുടെ ആ ഒരു സോക്കായിട്ടുണ്ടാവും, കുതിർന്നുണ്ടാവും. അതും തേനും കൂടെ ബ്ലെൻഡ് ആകുമ്പോൾ പക്കയാണ്. നമുക്ക് എന്തൊക്കെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ അത് മൊത്തം നമുക്ക് നമ്മുടെ ബോഡിയിൽ കിട്ടും എന്നാണ് പറയാം.